പണിക്കരെ നമ്മൾ കയ്പക്കണ്ടം ബാവ. എന്താ വന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഈ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. നമ്മൾ കനോലിക്കരൊക്കെ പഞ്ചായത്താണ്, വാർഡ് 4. നമ്മളെ മരുവനാണ് നിൽക്കുന്നത്. ഓൻ എങ്ങനെയും തോൽപ്പിക്കണം. അപ്പൊ നമ്മൾ ജയിക്കണം. ആയിക്കോട്ടെ, ജയിക്ക. എങ്ങനെയായാലും വേണ്ടില്ല പണിക്കരെ, നമ്മളൊന്ന് ജയിപ്പിച്ചു തരണം. ഓന്റെ ചിഹ്നം മുന്തിരിയുണ്ട്, മുന്തിരിക്കോലല്ലേ, അത് അപ്പോൾ പൊട്ടി പോകുമ്പോ. പഞ്ചായത്ത് കനോലിക്കര, വാർഡ് 4. കത്തി കളത്തിൽ നിൽക്കണ ചില തെന്നി തെന്നി പോയുള്ള ബാവാക്ക. മരുമോ നല്ല സ്ട്രോങ്ങാണല്ലോ. എന്നാ 2 നമ്മളായി തന്നോളാം. ബാവാക്ക, എന്താ നിങ്ങളെ എതിർ സ്ഥാനത്തിന്റെ പേര് പറഞ്ഞേ? തള്ളിന്റെ പുരക്കില് കുട്ടിപ്പ. ഞാനീ തരുന്ന സാധനം ഉണ്ടല്ലോ, ശ്രദ്ധിക്കാം. വിജയിച്ചു കഴിഞ്ഞാല് ഇത് 7 ആഴ്ച ചീന്തിട്ട് ബഹറി കൊണ്ടേ കളഞ്ഞ് തിരിഞ്ഞു നോക്കാതാണ് ദൂരം കേട്ടാ. ഇത് വെച്ചോളി. ഇതിന്റെ ഫലം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത് അത് ആവശ്യമുള്ളതാ. മത്സരിക്കുന്ന ആളാണ്. എൻ്റെ ചിഹ്നം മുന്തിരിക്കൊലയാണ്. എനിക്ക് ജയിച്ചേ പറ്റൂ. എതിർ സ്ഥാനാർത്ഥി എൻ്റെ അമ്മോസനാണ്. അതെ, എനിക്ക് അയാളെ തോൽപ്പിച്ചേ പറ്റൂ. ചിഹ്നം എന്താ മൂപ്പരെ ചിഹ്നം കിണ്ടി. എന്ത് കിണ്ടി ആയാലും നടുപ്പ് പൊളിയും. കിണ്ടി പൊളിക്കണം, അതാണ് നമ്മൾ ആവശ്യം. എന്താണ് എതിർ സ്ഥാനത്തിന്റെ പേര് പറഞ്ഞ്? കയ്പക്കണ്ടം ബാവ. പറഞ്ഞു ഓർമ്മണ്ടല്ലോ. ഇത് റിസൾട്ട് വന്ന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇത് കവറോടൊക്കെ 14 മുറിച്ചിട്ട് ബഹറി കൊണ്ടേ കളയുക. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയി കേട്ടാ. ആ കള്ള നായിന്റെ മോന് ജയിച്ചാലാണല്ല ഇത് കീറിക്കളയാൻ പറഞ്ഞല്ലേ. ഇത്രയും കാലം ജയിച്ചിരുന്നു, ഞാൻ തോറ്റല്ല. ഇനി ഇതൊന്നും എന്താണ് നോക്കട്ടെ. തള്ളിന്റെ പുരക്കിൽ കുട്ടിപ്പ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശുഭം. ആ കള്ള നായിന്റെ മോനിന്റെ പറ്റിച്ചല്ല, കൊടുത്തോളാ കള്ള നായിന്റെ മോന് ഞാന്.